ഹായ് ഓൾ, ദിസ് ഇസ് അഭയ് ഫ്രം Prepwise. പ്ലസ് ടുവിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് 2024 CUET, UG, IPMAT, JIPMAT അതുപോലെ NCET തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹായ് ഓൾ, CUET UG 2023 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ക്വാണ്ടിറ്റേറ്റീവ് അബിലിറ്റിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആശ ഈസ് ട്വൈസ് ആസ് ഓൾഡ് ആസ് അനിത. ആശയെ ഞാൻ എക്സ് വെച്ചിട്ടും അതുപോലെ തന്നെ അനിത വൈ വെച്ചിട്ടും ഞാൻ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ആശ ഈസ് ട്വൈസ് ആസ് ഓൾഡ് ആസ് അനിത. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു 2y നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, 3 years ago മീൻസ് എക്സ് മൈനസ് 3. രണ്ടാളുടെ വയസ്സിൽ നിന്നും എന്തായിരിക്കും? ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, 3 വയസ്സ് ഓർക്കാം. 3 years ago she was 3 times old as Anita. Okay, 3 times old as y minus 3. അങ്ങനെയാണെങ്കിൽ ഹൗ ഓൾഡ് ഈസ് ആശ നൗ? ആശയുടെ ഏജ് ആണ്, അതായത് എക്സിന്റെ വാല്യൂ ആണ് നമ്മളോട് എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു 2y നമുക്കറിയാലോ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 2y മൈനസ് 3 ഈസ് ഈക്വൽ ടു 3y മൈനസ് 9. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു -9 ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ദാറ്റ് മീൻസ് +9 ആവും. അപ്പോൾ 9 മൈനസ് 3 ഓൾമോസ്റ്റ് 6 വരും. അതുപോലെ തന്നെ ഇവിടെ +2y ഉള്ളത് അങ്ങോട്ടേക്ക് പോകുമ്പോൾ -y ആവും. അപ്പോൾ y ഈസ് ഈക്വൽ ടു 6 വരും. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എക്സ് ആണ്. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു 2y ആണ്. ദാറ്റ് മീൻസ് 6 into 2 ഈസ് ഈക്വൽ ടു 12 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. If the circumference of a circle is increased by 20%, then the area of the circle will be increased by. അപ്പോ ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? 2πr ആണ്. 2πr ഏരിയ എന്താണ്? πr² ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 2πr ഉള്ളത് എന്ത് ചെയ്യാണ്? ജസ്റ്റ് 20% ഇൻക്രീസ് ചെയ്യാൻ. 20% ഇൻക്രീസ് ചെയ്യാന്ന് പറയുമ്പോൾ 1.2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ? 2πr ആയി മാറാണ്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നോക്കാം, ഇവിടെ 2π into 1.2r നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ റേഡിയസിൽ തീർച്ചയായിട്ടും എന്തുണ്ടാവും? ചേഞ്ച് ഉണ്ടാവും. കാരണം പൈ ഓൾറെഡി കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം? ജസ്റ്റ് πr²ൽ ഇവിടെ നോർമൽ അല്ലെങ്കിൽ 1r² ഉണ്ടായിരുന്നിടത്ത് എന്തായിരുന്നു? 1r² ഉണ്ടായിരുന്നിടത്ത് എന്ത് ചെയ്തു? 1.2r whole² ആയി. ദാറ്റ് മീൻസ് പൈ ഇൻറ്റു 12ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 144 ആണ്. അപ്പൊ 1.2ന്റെ സ്ക്വയർ 1.44 അല്ലെ? 144 രണ്ട് ഡെസിമൽ മാറ്റിയിട്ട് അല്ലെങ്കിൽ 144 രണ്ട് പ്ലേസ് മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ആ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, r² ആവും. ദാറ്റ് മീൻസ് അവിടെ ഓൾമോസ്റ്റ് എത്ര ഇൻക്രീസ് വരുന്നുണ്ട്? ഒന്ന് അല്ലെങ്കിൽ ഒരു r² ഉണ്ടായതിൽ നിന്ന് 1.44r²ലേക്ക് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. അല്ലെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ 1r² പൈ ഉണ്ടായിരുന്നതിൽ നിന്ന് 1.44r² പൈയിലേക്ക് മാറി. ദാറ്റ് മീൻസ് ഓൾമോസ്റ്റ് ഒരു 0.44 ഇൻക്രീസ് ഉണ്ട്. 0.44 എന്ന് പറയുമ്പോൾ ഒരു 44% ഇൻക്രീസ് ആണ് തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നത് അവിടെ ഉണ്ടാവുന്നത്. 1ൽ നിന്ന് 1.44 എന്ന് പറയുമ്പോൾ, അതായത് 100ൽ നിന്ന് 144ലേക്ക് വരുന്നു എന്നുള്ള എഫക്ട് തന്നെയാണ് തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവുന്നത്. Okay, next question. In a physics test, the average mark of girls in a class is 40. അപ്പോ ഒരു ഫിസിക്സ് ടെസ്റ്റിന് ആ ഒരു ക്ലാസ്സിലെ ഗേൾസിന്റെ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 40 ആണ്. ഇഫ് ദി ആവറേജ് മാർക്ക് ഓഫ് ഫസ്റ്റ് 20 ഗേൾസ് ഈസ് 50. അപ്പൊ ഫസ്റ്റ് 20 ഗേൾസിന്റെ ആവറേജ് എത്രയാണ്? 50 ആണ്. അതുപോലെ തന്നെ ആൻഡ് ദാറ്റ് ഓഫ് റിമൈനിങ് ഗേൾസ്, അപ്പൊ എത്രയാണ് ടോട്ടൽ ഗേൾസ് എന്ന് നമുക്കറിയില്ല. പ്ലസ് റിമൈനിങ് ഗേൾസ് എക്സ് ആണെന്ന് വിചാരിച്ചോ. എക്സ് ഇൻറ്റു ആൻഡ് ദാറ്റ് ഓഫ് റിമൈനിങ് ഗേൾസ് ഈസ് 20. അപ്പൊ റിമൈനിങ് ഗേൾസ് എക്സ് ആണ്. അവരുടെ ആവറേജ് എന്ന് പറയുന്നത് 20 ആണ്. നമുക്ക് ക്ലാസ്സിലെ ടോട്ടൽ ആവറേജ് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. അപ്പൊ ഡിവൈഡഡ് ബൈ ഞാൻ എത്ര കൊടുക്കാം? ടോട്ടൽ നമ്പർ ഓഫ് കുട്ടികൾ. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് കുട്ടികൾ ഇവിടെ 20 പെൺകുട്ടികളുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ പെൺകുട്ടികളുടെ എണ്ണം നമുക്ക് അറിയില്ല. അപ്പൊ ടോട്ടൽ എന്ന് പറയുന്നത് 20 പ്ലസ് എക്സ് ആണ്. ഈസ് ഈക്വൽ ടു ക്ലാസിന്റെ ടോട്ടൽ ആവറേജ് എത്രയാണ്? ഓൾറെഡി ക്വസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് 40 ആണ്. വെയിറ്റ് ആവറേജ് എന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, 2 into 5 10 ആണ്. ബാക്കി 2 സീറോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, 1000 വന്നു. പ്ലസ് 20x ഈസ് ഈക്വൽ ടു ഓക്കെ 40 into 20 പ്ലസ് എക്സ്. ഈ 20 പ്ലസ് എക്സ് എന്തോ ഇങ്ങോട്ട് പോകുമ്പോൾ ജസ്റ്റ് ഇവിടെ വരും 20 പ്ലസ് എക്സ് വരും. അങ്ങനെയാണെങ്കിൽ 4 into 2 8 ആണ്. ബാക്കി 2 സീറോസും കൂടി ഇട്ട് കൊടുക്കുക. പ്ലസ് 40 into x 40x ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എല്ലാത്തുനിന്നും ഓരോ സീറോസ് കട്ട് ചെയ്യാം അല്ലെ? അതായത് ഹോൾ ഇക്വേഷൻ ഞാൻ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു എന്ന് വിചാരിച്ചോ. ഞാൻ എന്ത് ചെയ്തു? എല്ലാത്തുനിന്നും എന്ത് ചെയ്തു? ഓരോ സീറോസ് ഞാൻ കളഞ്ഞു. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നോക്കാം, ഈ ഒരു 8 എങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ദാറ്റ് മീൻസ് 20 is equal to 2x, x is equal to 10. ഓക്കെ, അപ്പോ എക്സിന്റെ വാല്യൂ നമുക്ക് 10 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിക്കുന്നത് എന്താണ്? ദി ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് ഇൻ ദ ക്ലാസ്. ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് ഇൻ ക്ലാസ് 20 പ്ലസ് എക്സ് ആണ്. ദാറ്റ് മീൻസ് 20 പ്ലസ് 10 is equal to 30 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
സാവി ഇൻവെസ്റ്റഡ് 1/3 ഓഫ് ഹെർ ക്യാപിറ്റൽ അറ്റ് 10% ഗെയിൻ. ഇപ്പൊ 1/3 ഓഫ് ക്യാപിറ്റൽ എക്സ് ആണെന്ന് വിചാരിച്ചോ, അതെന്ത് ചെയ്യാണ്, ഒരു 10% ഗെയിനിൽ നിക്ഷേപിക്കുകയാണ്. അതുപോലെ തന്നെ 1/4 ഓഫ് എക്സ് എന്ത് ചെയ്യാണ്, ഒരു 20% ഗെയിനിൽ നിക്ഷേപിക്കുകയാണ്. ആൻഡ് റിമൈനിങ് ഓക്കെ, റിമൈനിങ് ഓഫ് എക്സ് എത്രയിലാണ്, ഓൾമോസ്റ്റ് ഒരു 30% ഗെയിനിലും നിക്ഷേപിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇഫ് ഹെർ ഇൻകം ഫ്രം ദി ഗെയിൻ ഈസ് 50,000 രൂപ. ഓക്കെ, അവളുടെ ഇൻകം ഈ ഒരു ടോട്ടൽ ഈ ഒരു മൂന്നെണ്ണത്തിൽ നിന്ന് അവളുടെ ഇൻകം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 50,000 ആണ്. അങ്ങനെയാണെങ്കിൽ അവളുടെ ക്യാപിറ്റൽ, അതായത് എക്സിന്റെ വാല്യൂ എത്രയാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെയും അല്ലെങ്കിൽ 3ന്റെയും 4ന്റെയും എന്തെടുക്കാണ്, LCM എടുക്കാണ്. എത്രയാണ്, 12 ആണ് വരിക. അങ്ങനെയാണെങ്കിൽ 1/3 ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ഈ 3നെ 12 ആക്കണം. അതിന് വേണ്ടി ഞാൻ ഇവിടെ താഴെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, മുകളിലും എന്ത് ചെയ്യാം, ജസ്റ്റ് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോ ജസ്റ്റ് നോക്കാം, 4 ഡിവൈഡഡ് ബൈ 12 ഓഫ് എക്സ് ഇൻറ്റു 10% ഗെയിൻ. നിങ്ങൾ ഗെയിൻ എടുക്കണ്ട, ജസ്റ്റ് 10% മാത്രം എടുത്താൽ മതി. കാരണം എന്താണ്, നമുക്കിവിടെ അവിടെ ഇൻകം മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ അവിടെ നിങ്ങൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ചെയ്യുന്നത് പോലെ എന്ത് ചെയ്യണ്ട, നിങ്ങൾ പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് ഒന്നും എടുക്കണ്ട, ജസ്റ്റ് അവിടെ ഗെയിൻ മാത്രം എടുത്താൽ മതി. ദാറ്റ് മീൻസ് 1/10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നിങ്ങൾക്ക് എത്ര കിട്ടുന്നുണ്ട് എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, പ്രോഫിറ്റ് പോലെ കരുതിയാൽ മതി. ഓക്കെ, പ്ലസ് നെക്സ്റ്റ് ഇവിടെയും എനിക്ക് 12ലേക്ക് എത്തിക്കണം. ഇവിടെ 4നെ 12ലേക്ക് എത്തിക്കണമെങ്കിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, മുകളിൽ എന്ത് ചെയ്യാം, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 3 ഡിവൈഡഡ് ബൈ 12x ഇൻറ്റു അവിടെ 20% ഗെയിൻ ആണ്, ദാറ്റ് മീൻസ് 2/10. ഓക്കെ, പ്ലസ് നെക്സ്റ്റ് നോക്കുക, ഇതിന്റെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് ഒരു 12x ആണെന്ന് വിചാരിച്ചോ. അതിൽ നിന്ന് ഓൾറെഡി എത്ര, 4x ഇവിടെ 4x പോയി. അതുപോലെ തന്നെ ഇവിടെ 3x പോയി. ഇനി ബാക്കി എത്ര x ഉണ്ട്, 4 + 3 ax പോയി. ബാക്കിയുള്ളത് 5x ആണ്. 5 ഡിവൈഡഡ് ബൈ 12x. അതിനാണ് ഞാൻ എന്ത് ചെയ്തത്, 12ലേക്ക് എത്തിച്ചത്, അത് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതൊരു 30% ഗെയിനിലാണ്, ദാറ്റ് മീൻസ് 3/10. ഓക്കെ, ഇതിന്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ട് 50,000 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നോക്കിക്കോ, 4 × 1 4 തന്നെയാണ്. 4 ഡിവൈഡഡ് ബൈ 12 × 10 എത്രയാണ്, 120. ഇവിടെ എക്സ് ഉണ്ട് കേട്ടോ. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, എക്സിനെ കോമൺ ആക്കിയിട്ട് പുറത്തെടുത്തു. 3 എക്സ് ഉണ്ടല്ലോ, അതിനെ കോമൺ ആക്കിയിട്ട് ഞാൻ പുറത്തെടുത്തു. പ്ലസ് ജസ്റ്റ് 3 × 2 എന്ന് പറയുന്നത് 6 ആണ്. 6 ഡിവൈഡഡ് ബൈ 120 പ്ലസ് നെക്സ്റ്റ് എന്താണ്, 5 × 3 15 ആണ്. 15 ഡിവൈഡഡ് ബൈ 120. ഓക്കെ, 15 ഡിവൈഡഡ് ബൈ 120 ഈസ് ഈക്വൽ ടു 5,0,0,0,0. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഈ ഒരു 120 അങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. ഇവിടെ 4 + 6 + 15, 4 + 6 10 ആണ്. 10 + 15 25 ആണ്. 25x ഈസ് ഈക്വൽ ടു 5 × 12 5 × 12 60 ആണ്. ഓക്കെ, ബാക്കി ഇവിടെ 4 സീറോസ് ഉണ്ട്. 1 2 3 4, അതിന്റെ കൂടെ 120ന്റെ സീറോ കൂടി ഉണ്ട്. അപ്പൊ സീറോസ് ഒന്നും എന്ത് ചെയ്യരുത്, വിട്ട് പോവരുത്. അങ്ങനെയാണെങ്കിൽ x ഈസ് ഈക്വൽ ടു 1 10 100 1000 10,000 ലക്ഷം 10 ലക്ഷം 60 ലക്ഷം. ഓക്കെ, എത്ര സീറോ ഉണ്ട്, 6 സീറോസ് ഉണ്ട്. ഡിവൈഡഡ് ബൈ 25. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 600 ഡിവൈഡഡ് ബൈ 25. 600 ഡിവൈഡ് ബൈ 25 അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, 60ൽ എത്ര 5 ഉണ്ട്, ഓൾമോസ്റ്റ് 12 ആണല്ലേ. 25ലോ 5 എണ്ണമാണ്. അങ്ങനെയാണെങ്കിൽ 120ൽ എത്ര 5 ഉണ്ട് എന്നുള്ളത് നോക്കാം. 120 എത്ര 10 ഉണ്ട്, ഓൾമോസ്റ്റ് 12 ആണ്. അപ്പൊ ഇവിടെ 24 വരും. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 24,000,000. ഈ ഒരു വാല്യൂ ആയിരിക്കും, 2,40,000 ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ കാൽക്കുലേഷൻ ലിറ്റിൽ ലെങ്ത് എന്നൊന്നും പറയാൻ പറ്റില്ല, നമുക്ക് ജസ്റ്റ് വളരെ ഈസി ആയിട്ട് ചെയ്തു പോകാൻ പറ്റുന്ന കാൽക്കുലേഷനേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അവിടെ മെയിൻ ആയിട്ട് നോക്കേണ്ടത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫ്രാക്ഷൻ ഒക്കെ എടുക്കുന്ന സമയത്ത്, അതായത് ഇത്ര ഭാഗം എന്നൊക്കെ എടുക്കുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. രാകേഷ്, അമിത് ആൻഡ് സുരേഷ് സ്റ്റാർട്ടഡ് എ ബിസിനസ്. ആരൊക്കെയാണ്, രാകേഷ്, അമിത്, അതുപോലെ തന്നെ സുരേഷ്. രാകേഷ് ഇൻവെസ്റ്റഡ് 1/2 പാർട്ട്, അതായത് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു 1/2 പാർട്ടും ഇൻവെസ്റ്റ് ചെയ്ത ആരാണ്, രാകേഷ് ആണ്. അതുപോലെ തന്നെ അമിത് ഇൻവെസ്റ്റ് ചെയ്തത് ഒരു 1/3 ആണ്. ആൻഡ് റെസ്റ്റ് ഓഫ് ദി ക്യാപിറ്റൽ ആരാണ് ഇൻവെസ്റ്റ് ചെയ്തത്, സുരേഷ് ആണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ പ്രോഫിറ്റ് ഏത് രീതിയിലാണ്, നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഞാനിവിടെ എന്ത് ചെയ്യാണ്, ഈ ഒരു പാർട്ടിനെ മാറ്റാണ്. ഓക്കെ, 2ന്റെയും 3ന്റെയും അവിടെ LCM എന്ന് പറയുന്നത് എത്രയാണ്, LCM എന്ന് പറയുന്നത് തീർച്ചയായിട്ടും 6 ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് 6ലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയാണെങ്കിൽ താഴെ എനിക്ക് 6ലേക്ക് എത്തിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇവിടെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ താഴെ 6ലേക്ക് എത്തിക്കണമെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, മുകളിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിന്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് 1 ആണെന്ന് വിചാരിച്ചു. അല്ലാതെ നമുക്ക് അതിനങ്ങനെ പറയാം 6/6 എന്ന് പറയാൻ പറ്റും. ആ 6/6ൽ എത്രയൊക്കെ പോയി നോക്കാം,
ഇവിടെ 3/6 പോയി ഓൾറെഡി, ഇവിടെ 2/6 പോയി. അപ്പൊ 3 + 2 5 ഓൾറെഡി പോയി. ഇനി ബാക്കിയുള്ളത് എത്രയാണ്? 1/6 മാത്രം. ഇതിന് 3 കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടോട്ടൽ എമൗണ്ട് ആയിട്ടുള്ള ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് ആയിട്ടുള്ള എന്ത് കിട്ടും? 6/6 കിട്ടും. ഒക്കെ 6 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? 3 കട്ടായിട്ട് പോകും. അങ്ങനെയാണെങ്കിൽ റേഷ്യോ വരുന്നത് 3:2:1 ആണ്. അപ്പൊ അവരുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ അങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് അവരുടെ പ്രോഫിറ്റിന്റെ റേഷ്യോ ഉണ്ടാവുക. ദാറ്റ് മീൻസ് 3:2:1. ഓപ്ഷൻ 2 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ capsule of medicine is in the shape of a sphere of diameter 2.8 millimeter. ഒക്കെ ആണല്ലോ. ഇപ്പൊ ഒരു capsule of medicine ഉണ്ട്, അത് ഒരു ഡയമീറ്ററിന്റെ ഷേപ്പിലാണ്, അതൊരു സ്ഫിയറിന്റെ ഷേപ്പിലാണ്, അതിന് ഡയമീറ്റർ കൊടുത്തിട്ടുണ്ട്. ഡയമീറ്റർ 2.8 ആണെങ്കിൽ റേഡിയസ് എത്രയായിരിക്കും? 1.4 millimeter ആയിരിക്കും. Then how much medicine is needed to fill this capsule? അതായത് ജസ്റ്റ് ആ ഒരു ക്യാപ്സ്യൂളിന്റെ വോളിയം കണ്ടാൽ മതിയാവും. അപ്പോ ഒരു സ്ഫിയറിന്റെ വോളിയം എന്ന് പറയുന്നത് എന്താണ്? 4/3 പൈ. പൈന്റെ വാല്യൂ എത്രയാണ്? 22/7 ആണ്. ഇൻറ്റു പൈ ഇൻറ്റു ആർ ക്യൂബ്. അപ്പോ 1.4 ഇൻറ്റു 1.4 ഇൻറ്റു 1.4. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ 7 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 14/7 എന്ന് പറയുന്നത് 2 ആണ്. അങ്ങനെയാണെങ്കിൽ 1.4/7 എന്ന് പറയുമ്പോൾ 0.2 വരും. ഓക്കെ, 7 കട്ടായി. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ബാക്കിയുള്ള ചെയ്യാം. 4 × 8 4 × 22 എന്ന് പറയുന്നത് 88 ആണ്. ഇൻറ്റു 14 × 14 എത്രയാണ്? 196 ആണ്. 196 × 2 എത്രയാണ്? 196 × 2 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 200, 290, 380, ഓൾമോസ്റ്റ് 392 വരും. ഓക്കെ, അപ്പൊ 392 ഇതിൽ എത്ര ഡെസിമൽ മാറ്റി പോയിന്റ് ഇടണം എന്നുള്ളത് നോക്കാം. 1 2 3 3 ഡെസിമൽ മാറ്റി പോയിന്റ് ഇടണം. ദാറ്റ് മീൻസ് 0.392 ആണ് വരിക. ഡിവൈഡഡ് ബൈ 3 വരും. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ജസ്റ്റ് 88/3 എത്രയാണ് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് നോക്കാം. 8ൽ എത്ര 3 ഉണ്ട്? ഓൾമോസ്റ്റ് 2 ആണ്. 2 × 3 6 ആണ്. ബാക്കി 28 വന്നു. 28ല് ഓൾമോസ്റ്റ് 9 3 ആണ്. 9 × 3 27. ബാക്കി 1 വന്നു. ഓക്കെ, 0.0. ഇപ്പൊ 29.3 ആണ് വരുന്നത്. 29.3 ഇൻറ്റു 0.392 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഇങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നോക്കിക്കോ, 293,392. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ 293 ഇൻറ്റു 392. ഓക്കെ, ഡെസിമൽ നമുക്ക് മാറ്റി കൊടുക്കാനുണ്ട്. 2 × 3 6 ആണ്. ഇവിടെ 18 വന്നു. 18 ബാക്കി 1, ഇവിടെ 4 5. ഓക്കെ, 27 ബാക്കി 2 വന്നു. ഇവിടെ 81ഉം 83 ബാക്കി 8 വന്നു. 18ഉം ബാക്കി 26 വന്നു. നെക്സ്റ്റ് 9 വന്നു. നെക്സ്റ്റ് ഇവിടെ 293 27 7 ബാക്കി 2 വന്നു. ഇവിടെ 6ഉം 8 വന്നു. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ 6 ഇവിടെ 15 ബാക്കി 1 വന്നു. ഓക്കെ, 10 18 വന്നു. 8 1. ഓക്കെ, ഇവിടെ 14 ബാക്കി 1. ദാറ്റ് മീൻസ് 11. ഇപ്പൊ 11.4. ഇപ്പോ 11.48 ആണ് ഓൾമോസ്റ്റ് എന്ത് ചെയ്യുന്നത് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ജസ്റ്റ് എത്ര ഡെസിമൽ ഉണ്ട് നോക്കാം. 1 2 3 4. ഓക്കെ, 1 2 3 4 4 ഡെസിമൽ മാറ്റുമ്പോൾ ഇവിടെയാണ് പോയിന്റ് വരിക. 11.48 അപ്രോക്സിമേറ്റ്ലി 11.5 ആണ് നമുക്ക് ആൻസർ എന്ന് പറയാൻ വേണ്ടി പറ്റും. ആ രീതിയിൽ നോക്കുമ്പോൾ ഓപ്ഷൻ 1 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ടവർ സ്റ്റാൻഡ്സ് വെർട്ടിക്കലി ഓൺ ഗ്രൗണ്ട്. ഇപ്പോൾ ഇതൊരു ഗ്രൗണ്ട് ഉണ്ടെന്ന് വിചാരിച്ചോ. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ടവർ വെർട്ടിക്കലി നിൽക്കുന്നുണ്ട്. ഓക്കെ, vertically on the ground from a point on the ground which is 18 meter away from the foot of the tower. അപ്പോൾ ഈ ഒരു പോയിന്റ് ഉണ്ട്. ഈ ഒരു പോയിന്റിൽ നിന്ന് ഫുട്ട് ഓഫ് ദി ടവർ, ഈ ഒരു പോയിന്റ് ആണ് ഫുട്ട് ഓഫ് ദി ടവർ. അവിടെ വരെയുള്ള ലെങ്ത് 18 മീറ്റർ ആണ്. അപ്പൊ ആംഗിൾ ഓഫ് എലവേഷൻ ടു ദി ടോപ്പ് ഓഫ് ദി ടവർ എത്രയാണ് കൊടുത്തിട്ടുള്ളത്? 30 ഡിഗ്രി ആണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദി ഹൈറ്റ് ഓഫ് ദി ടവർ. ആ ടവറിന്റെ ഹൈറ്റ് എത്രയായിരിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം ഈ ഒരു ആംഗിൾ 30 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 90 ആയിരിക്കും ഓൾറെഡി. ഇത് എത്രയായിരിക്കും? 60 ആയിരിക്കും. അപ്പൊ 30 60 90. 30യുടെ ഓപ്പോസിറ്റ്, അപ്പൊ ആ റേഷ്യോ നമുക്ക് അറിയുന്നതാണ്. 30 60 90 എത്രയാണ്? 1:√3:2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 16ന്റെ ഓപ്പോസിറ്റ് √3 x is equal to 18 എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ x is equal to 18/√3 ആണ് നമ്മളോട്. അങ്ങനെയാണെങ്കിൽ x is equal to 18/√3 അല്ലെ. x എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു വാല്യൂ, അതായത് ഈ ഒരു ഹൈറ്റ് ആണ് വരുന്നുണ്ടാവുക. അപ്പൊ 18/√3 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ വേണ്ടി പറ്റും? ജസ്റ്റ് 18 എന്ന് പറയുമ്പോൾ 6 × 3 ആണല്ലോ. 18 എന്ന് പറയുമ്പോൾ 6 × 3 ആണല്ലോ. ഡിവൈഡഡ് ബൈ √3 ഈക്വൽ ടു 6 × റൂട്ട് ഈസ് ഈക്വൽ ടു 6 × 3 എന്ന് പറയുമ്പോൾ എന്താണ്? √3 × √3 ഞാൻ പറയാണ്. ഡിവൈഡ് ബൈ √3. ഈ 2 √3 ഞാൻ നെക്സ്റ്റ് കട്ട് ചെയ്യാണ്. ബാക്കി 6 √3 ആയിരിക്കും എന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇൻകംസ് ഓഫ് എ ആൻഡ് ബി ആർ ഇൻ ദ റേഷ്യോ 5:3. ഇപ്പൊ എന്റെയും ബിന്റെയും ഇൻകത്തിന്റെ റേഷ്യോ നോക്കിക്കോ. ഇൻകത്തിന്റെ റേഷ്യോ 5:3 ആണ്. ദ എക്സ്പെൻഡിച്ചർ ഓഫ് എ ബി സി. അപ്പൊ എക്സ്പെൻഡിച്ചറിന്റെ റേഷ്യോ ഇവിടെ സിയും കൂടി വന്നു. എക്സ്പെൻഡിച്ചറിന്റെ റേഷ്യോ എ ബി സി. ഓക്കെ, 8:1.
5:2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇഫ് സി സ്പെൻസ് 2000 രൂപ, അപ്പൊ 2 ബിലോങ്സ് ടു 2000, അങ്ങനെയാണെങ്കിൽ 5 എത്രയായിരിക്കും? 5000 ആയിരിക്കും. ബി സ്പെൻഡ് ചെയ്യുന്നത് 5000 ആയിരിക്കും, 5000. അതുപോലെ തന്നെ എ സ്പെൻഡ് ചെയ്യുന്നത് 8000 രൂപയായിരിക്കും. ആ ഒരു കാര്യം നമുക്ക് അവിടെ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ആൻഡ് ബി സേവ്സ് ഓൾമോസ്റ്റ് 700 റുപ്പീസ്. അങ്ങനെയാണെങ്കിൽ ഓൾമോസ്റ്റ് എ സേവ് ചെയ്യുന്നത് എത്രയാണ്? ഞാനിവിടെ റേഷ്യോ എന്ന് റിയൽ വാല്യൂ എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ 5x ഇവിടെ 3x എന്ന് പറയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആ റേഷ്യോന്റെ എക്സ്റ്റെൻഡ് എടുക്കാൻ വേണ്ടി പാടില്ല, ആൻസർ തെറ്റും. ഇവിടെ എന്താ എടുക്കേണ്ടത്? വേറെ ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് എടുക്കാം. ഇവിടെ y എടുത്തോ. ഓക്കെ, y എടുത്തു. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ്? ബി ഓൾമോസ്റ്റ് 700 രൂപ സേവ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് 3x മൈനസ്, നമുക്കറിയാം 5y വാല്യൂ ഓൾറെഡി എത്രയാണ്? 5000 ആണ്. 5000, അതായത് ടോട്ടൽ ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ ഇസ് ഈക്വൽ ടു സേവിങ്സ് എത്രയാണ്? 700 രൂപ. അങ്ങനെയാണെങ്കിൽ 3x ഇസ് ഈക്വൽ ടു 5700, x ഇസ് ഈക്വൽ ടു 5700 ഡിവൈഡഡ് ബൈ 3 ഇസ് ഈക്വൽ ടു 19. ഓക്കെ, 19ഉം ബാക്കി 1900 ആണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ എ എത്ര രൂപ സേവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ ഇൻകം നോക്കുക, 5x, 5 into 1900 മൈനസ് എ എന്ന് പറയുന്ന വ്യക്തി ഏകദേശം എത്ര എക്സ്പെൻഡിച്ചർ ഉണ്ട്? 8000 രൂപയാണ് എക്സ്പെൻഡിച്ചർ വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ 5 into 19 എന്ന് പറയുമ്പോൾ 95 ആണ്. 95,000 മൈനസ് 8000, ഓക്കെ, എത്ര വരുന്നത്? 1500 ആണ് അദ്ദേഹം സേവ് ചെയ്ത് വെക്കുന്നത്, എ എന്ന വ്യക്തി സേവ് ചെയ്ത് വെക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ബസ് ഫോർ ഡൽഹി ലീവ്സ് എവരി 30 minutes ഫോർ എ ബസ് സ്റ്റാൻഡ്. അപ്പൊ എന്ത് ചെയ്യാണ്? ഒരു ബസ് സ്റ്റാൻഡിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള ബസ് എന്ത് ചെയ്യാണ്? ഓരോ 30 മിനിറ്റിലും ലീവ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ 9 മണിക്ക് പോയാൽ നെക്സ്റ്റ് ഒരു 9:30 പോകും, നെക്സ്റ്റ് 10 മണിക്ക് പോകും, 10:30 പോകും, അങ്ങനെ ആ രീതിയിലാണ്. ആൻഡ് എൻക്വയറി ക്ലർക്ക് രമേശ് ടോൾഡ് അനിൽ. ഒരു എൻക്വയറി ക്ലർക്ക് ആയിട്ടുള്ള രമേശ് എന്ത് ചെയ്യാണ്? അനിലിനോട് പറയാണ്. എന്താ പറയുന്നത്? എ പാസഞ്ചർ ദാറ്റ് ദി ബസ് ഹാസ് ഓൾറെഡി ലെഫ്റ്റ് 10 minutes ago ആൻഡ് നെക്സ്റ്റ്. ഒരു എൻക്വയറി ക്ലർക്ക് ആയിട്ടുള്ള രമേശ് എന്ത് ചെയ്യാണ്? ഒരു പാസഞ്ചർ ആയിട്ടുള്ള അനിലിനോട് പറയാണ് എന്താണ്? that the bus has already left 10 minutes ago and next bus will leave at 9:35. അപ്പോ എന്താ പറയുന്നത്? ഒരു ബസ് എന്ത് ചെയ്തു? ഒരു 10 മിനിറ്റ് മുമ്പ് ഓൾറെഡി പോയി കഴിഞ്ഞു. അടുത്തൊരു ബസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എത്രയാണ്? 9:35 അങ്ങനെയാണെങ്കിൽ പോയ ബസ് ഓൾമോസ്റ്റ് എത്ര ടൈമിനാവും? 9:05 അല്ലെ? അരമണിക്കൂർ കൂടുമ്പോഴാണല്ലോ ബസ് ഉള്ളത്. നോക്കുക, അങ്ങനെയാണെങ്കിൽ അറ്റ് വാട്ട് ടൈം ഡിഡ് ദ എൻക്വയറി ക്ലർക്ക് ഗിവ്സ് ദ ഇൻഫർമേഷൻ ടു അനിൽ. ഏത് സമയത്തായിരിക്കും? അതായത് ആ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു കാര്യം പറഞ്ഞല്ലോ, അത് ഏത് സമയത്തായിരിക്കും? 10 മിനിറ്റ് മുമ്പ് പോയി എന്ന് പറയുമ്പോൾ ഈ ഒരു ബസ് പോയ സമയത്തേക്ക് ഒരു 10 മിനിറ്റ് കൂട്ടിയാൽ പോലെ, ദാറ്റ് മീൻസ് 9:15 ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് 2/3 ഓഫ് എ ഇസ് ഈക്വൽ ടു 2/3 of A is equal to 75%. 75% എന്ന് പറയുമ്പോൾ 75 divided by 100 of B is equal to 0.6 of C. ഓക്കെ ആണല്ലോ? ഇങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നമ്മളോട് ചോദിക്കുന്നത് A is to C is to B ആണ്. A is to C is to B. ഓക്കെ, ജസ്റ്റ് നോക്കിക്കോ. 2/3 A is equal to 0.6. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എ ബൈ സി ഇവിടെ നിന്ന് കാണാൻ വേണ്ടി പറ്റും. എ ബൈ സി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എത്ര വരും? എ ബൈ സി എന്ന് പറയുന്നത് 0.6 into 3, ദാറ്റ് മീൻസ് 1.8 വരും ഡിവൈഡഡ് ബൈ 2. ഓക്കെ, എ ബൈ സി is equal to 18 divided by 20, ദാറ്റ് മീൻസ് 9/10 വരും. ഓക്കെ, അപ്പോ എ is to C 9 is to 10 ആണ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് കാണേണ്ടത് ബി is to C ആണ്. 75 divided by 100നെ 3/4 of B is equal to 0.6ന് ഞാൻ എങ്ങനെ പറയാണ്? 6/10 എന്ന് പറയാണ് ഇൻറ്റു സി. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നോക്കിക്കോ, ബി ഇസ് ഈക്വൽ ടു ഓൾമോസ്റ്റ് 24 ഡിവൈഡഡ് ബൈ എത്ര വന്നു? 30 വന്നു ഇൻറ്റു സി. അങ്ങനെയാണെങ്കിൽ ബി ബൈ സി ഇസ് ഈക്വൽ ടു 24 ഡിവൈഡ് ബൈ 30. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എത്ര വന്നു? ഇവിടെ 4 വന്നു, ഇവിടെ 5 വന്നു. അപ്പൊ ബി ബൈ സി ഇസ് ഈക്വൽ ടു 4/5. ഓക്കെ, അപ്പൊ ബി ഈസ് ടു സി 4 is to 5. ഓക്കെ, ഇത് രണ്ടും സെയിം വാല്യൂ ആണല്ലോ തീർച്ചയായിട്ടും ഉണ്ടാവുക. അതായത് റേഷ്യോ ഡിഫറെന്റ് ആയിക്കോട്ടെ, വാല്യൂ സെയിം ആയിരിക്കും. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം? ഇത് രണ്ടിനും സെയിം വാല്യൂലേക്ക് എത്തിക്കണം. 5നെ 10ലേക്ക് എത്തിച്ചാൽ പോരെ. 5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ കൂടെയുള്ള റേഷ്യോ എന്ത് ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 9 is to ഇവിടെ 5 into 2ഉം അതുപോലെ തന്നെ 10ഉം രണ്ടും സെയിം വാല്യൂ ആണ്. അതിനാണ് നമ്മൾ എന്ത് ചെയ്തത്? 2 കൊണ്ട് മൾട്ടിപ്ലൈ അവിടെ ചെയ്തത്. 10 is to 4 into 2 8 ആണ്. അപ്പൊ 9 is to 10 is to 8 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ഇത്രയൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നത്. ബാക്കി സെഷനുമായിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ബൈ.